പിന്നെ നേരത്തെ ഒരു ട്രേഡിംഗ് എന്നുള്ളൊരു ഇതിൻ്റെ പേഴ്സണലി ആണെങ്കിൽ പോലും ഇപ്പം ഞാൻ എന്തിന് ട്രേഡിങ്ങിൽ വന്നതെന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാൻ തന്നെയാണ്. അവിടെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. ഓഫ് കോഴ്സ് പെട്ടെന്ന് കാശ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും കാശ് ഉണ്ടാക്കാൻ പറ്റാത്തൊരു പ്രൊഫഷനാണ് ട്രേഡിങ്. പക്ഷേ എന്ന് നമ്മൾ പൈസ ഞാൻ വേണ്ടെന്ന് വെച്ചു ട്രേഡിങ്ങിൽ നിന്ന്, ഓക്കെ എനിക്കിനി വേണ്ട, ഇതിൽ നിന്ന് കിട്ടത്തില്ല എന്നുള്ള തീരുമാനം വന്ന് ഒരു മെച്ചൂർഡ് ഒരു ഹാൻഡിൽ ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ട്രേഡിങ്ങിൽ ഒരു പൈസ വന്നു തുടങ്ങിയത്. അവിടെ ഉള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓപ്ഷൻ, ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേണ്ട ഒരാളാണെങ്കിൽ നല്ലൊരു കോർപ്പസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള പൈസ ഉണ്ടാക്കാം. പക്ഷേ ഒരു കോർപ്പസ് കുറഞ്ഞ ഒരാളെ സംബന്ധിച്ച് അവനൊരു വരുമാനം ഉണ്ടാക്കണമെങ്കിൽ, ഈ കോർപ്പസ് കുറഞ്ഞെന്ന് പറയുമ്പോഴും 10,000 ഇട്ട് ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു 10 lakh ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ട്രേഡ് ചെയ്ത് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പോഴാണ് കുറച്ചും കൂടെ റെഗുലേറ്റഡ്. ഒരു 5 വർഷം മുന്നേ ഇങ്ങനെയും അല്ലായിരുന്നു സിറ്റുവേഷൻ. പക്ഷേ അവിടെ നമുക്ക് ഒരു ഈ പറഞ്ഞൊരു ഈ വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ പേഴ്സണലി ഞാൻ മറ്റുള്ളവരോട് അഡ്വക്കേറ്റ് ചെയ്യുന്ന കാര്യം ഇത് തന്നെയാണ്. ഇപ്പം ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കണക്കാണ്, ചെയ്യണം, നിങ്ങൾ ചെയ്യേണ്ടതാണ്. പക്ഷേ ട്രേഡിങ് എല്ലാവരും ചെയ്യേണ്ടതല്ല, അത് എല്ലാവർക്കും പറ്റും. പക്ഷേ അവിടെ ഒരു വേറൊരു സൈഡുണ്ട്, എനിക്ക് കാശ് വേണം, അല്ലെങ്കിൽ ഒരു വരുമാനം ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ട്രേഡ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഇപ്പം എൻ്റെ ഒരു ഈ പോയിന്റ് ഓഫ് ടൈമിലും എൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ട്രേഡിങ് ഇൻകം തന്നെയാണ്. കാരണം അതില്ലെങ്കിൽ നമ്മുടെ ആ പൈസ പ്രോഫിറ്റാണ് ഞങ്ങൾ വേറെ ബിസിനസ്സിലോട്ട് ഡൈവേർട്ട് ചെയ്യുന്നതും കാര്യങ്ങളും. അത് തന്നെയാണ് ഒരു ലേമാൻ ആസ്പെക്റ്റിലും ചോദിക്കുമ്പോൾ അവിടെ ഒരു എന്താ പറയുക, ഒരു ഡിലേമ എനിക്കുണ്ട്. ഇപ്പം മറ്റുള്ളവരോട് ഞാൻ പറയുമ്പോൾ ചെയ്യരുത് എന്ന് നിങ്ങൾ നോക്കിയും കണ്ടേ ചെയ്യാവൂ. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാൻ ചെയ്യുന്നത് എനിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇറങ്ങിയത്, ഇപ്പം ചെയ്യുന്നത്. അവിടെ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യണം. അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? എൻ്റെ ഇതിലേക്ക് വരുന്ന സമയത്ത് ഞാനൊരിക്കലും ഒരു ട്രേഡിംഗിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ട് രക്ഷപ്പെടാമെന്ന് ചിന്തിച്ചിട്ടല്ല ട്രേഡിങ്ങിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓൺട്രപ്രണേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് വാരൻ ബഫറ്റിനെ കുറിച്ച് അറിയുകയും, അപ്പോൾ വാരൻ ബഫറ്റ് ഒരു ഇൻവെസ്റ്ററാണ്, അങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്ന സെഗ്മെൻറ്റ് ഇവിടെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈവൻ ജോബ് റിസൈൻ ചെയ്തിട്ടാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. സോ ആ സമയത്ത് എന്തെങ്കിലും ഒരു എക്സ്ട്രാ നമുക്ക് ഏർണിങ്സിന് വേണമല്ലോ എന്നുള്ളൊരു ചിന്തയിൽ മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരിക്കലും ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിതകാലം മുന്നോട്ട് പോകാനുള്ള രീതിയിലല്ല. പക്ഷേ ഇതിലേക്ക് ഇറങ്ങി തുടങ്ങിയ സമയത്ത് ഞാൻ ഒരു പകുതി നോളജായിട്ട് ഇറങ്ങിയത്. ആൻഡ് ആ പകുതി നോളജായിട്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ പേടിയില്ലായിരുന്നു. ഐ മീൻ എന്തിനാണെങ്കിലും, അതായത് ഒരു ഗ്രീഡില്ലായിരുന്നു, ഇല്ലെങ്കിൽ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അതായത് ഈസി ആയിട്ട് ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഈസി ആയി പോയത് കൊണ്ട് തന്നെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മാർക്കറ്റിന് ഇനീഷ്യൽ ടൈമിലൊക്കെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കോൾസ് വാങ്ങിയിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പേടിയില്ലാത്തതുകൊണ്ട് നമ്മൾ റാൻഡം ആയിട്ടുള്ള ട്രേഡ്സും കാര്യങ്ങളും ഇങ്ങനെ പോകുന്നതുകൊണ്ട് ലൈക്ക് ഈവൻ പ്രോഫിറ്റബിൾ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ന് മുതൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയോ അന്ന് മുതലാണ് എനിക്ക് ഇത് ഡിഫിക്കൽട്ടായി തുടങ്ങിയത്. ഓക്കെ, അതായത് ഒരു ടൈം പൈസ പോയതിന് ശേഷമാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടി തുടങ്ങിയതും. അപ്പോൾ ആ സമയത്തിന് ശേഷമാണ് എനിക്ക് ഇതിലേക്ക് കൂടുതൽ ഭയം. ലൈക്ക് നമ്മൾ എൻട്രി കുറഞ്ഞു. അപ്പം എൻട്രി കുറയുന്ന സമയത്ത് എന്താണ്, നമ്മൾ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതല്ല, നമ്മൾ 1-2 ദിവസം വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ അടുത്ത ദിവസം നമ്മൾ റാൻഡം ട്രേഡ്സിലേക്ക് പോകും. സോ അങ്ങനെ ഇമോഷണലി പിന്നെ നമ്മൾ എന്താണ്, നമുക്ക് നമ്മളുടെ തന്നെ കൺട്രോളിലേക്ക് വരാത്ത രീതിയിലേക്ക് വരും. നമ്മളെ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ചേഞ്ചസ് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ മെൻ്റലി ഞാൻ മനസ്സിലാക്കിയത്, മെൻ്റലി ആരാണോ ഇതിൽ സ്ട്രോങ് ആയിട്ടുള്ളത് അവർക്ക് ഇതിൽ വിജയിക്കാൻ വേണ്ടി പറ്റും. ഇറ്റ്സ് എ സ്കിൽ. അതായത് ഞാനും നിങ്ങളും അപ്പുറവും ഇപ്പുറവും ഇരുന്നിട്ട് ഒരു ഗെയിം കളിക്കുന്ന പോലെ ഒരു ഫീലാണ് അല്ലേ, റൈറ്റ്? നമ്മളെപ്പോലത്തെ നോർമൽ റീറ്റെയിൽ ട്രേഡേഴ്സും തൊട്ടപ്പുറത്ത് ആരുണ്ട്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. സോ ലൈക്ക് നമ്മൾ തമ്മിൽ കളിക്കുന്ന ഒരു ഗെയിമാണ്. സോ അവിടെ ശരിക്കും ഉപയോഗിക്കേണ്ടത് നമ്മളെ മെൻ്റൽ സ്കില്ലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഈവൻ നമ്മളിവിടെയുള്ള എല്ലാ ട്രേഡേഴ്സിനോടും ചോദിച്ചു കഴിഞ്ഞാലും ട്രേഡിങ്ങിലെ ഏറ്റവും ഡിഫിക്കൽട്ട് പാർട്ട് എന്ന് പറയുന്നത് ഇമോഷൻ കൺട്രോളിങ് തന്നെയാണ്. സോ അങ്ങനെ മെൻ്റലി ആരാണോ സ്ട്രോങ് ആയിട്ടുള്ളത് അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പത്തൊരു സൈഡിൽ നിൽക്കുന്നതെന്ന് പറയുന്നത് ഒരു ഇമോഷൻസും ഇല്ലാതെ ഫുള്ള് ആൽഗോരിതം അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ബേസിസിൽ പോകുന്ന സിസ്റ്റത്തിന് അഗെയിൻസ്റ്റ് ആണ് റീറ്റെയിൽ ട്രേഡേഴ്സ് ആയിട്ടുള്ള നമ്മളെ പോലുള്ളവർ നിൽക്കുന്നത്. അപ്പോൾ അവിടെ അവരെ തോപ്പിക്കണമെങ്കിൽ അതുപോലത്തെ ഒരു ഡിസിപ്ലിനും ഒരു സിസ്റ്റവും ഈ പറഞ്ഞ ഈ ഡിസിപ്ലിൻ്റെ ഭാഗമാണ് മെൻ്റൽ സ്ട്രെങ്തിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് ഡിസിപ്ലിൻ എല്ലാം വരുന്നത്. അതിലും പിന്നിലുണ്ട് മെൻ്റൽ സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ ഡേറ്റ ഡ്രിവൻ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ നല്ല രീതിക്ക് നമുക്ക് സൈക്കോളജി ബാലൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അതിന്. എനിക്ക് എന്താ വെച്ചാൽ ഇവിടെ എന്ത് മേഖല എടുക്കുകയാണെങ്കിലും
അത് രാഷ്ട്രീയമായിക്കോട്ടെ, ഈവൻ ഫിലിം ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഏത് മേഖല ആയിക്കോട്ടെ, ഈവൻ ട്രേഡിംഗ് ആയിക്കോട്ടെ. സോ അതിലൊക്കെ മെൻ്റലി സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകളാണ് മുകളിലോട്ട് വരുന്നത്, അതെ. റൈറ്റ്? അതായത് ഇപ്പം എല്ലാ കാര്യത്തിൻ്റെയും ഇമോഷൻ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ആണെന്നെങ്കിൽ ഒരിക്കലും രാഷ്ട്രീയത്തിൽ നേതാവായി മാറാൻ വേണ്ടി പറ്റുന്നില്ല, റൈറ്റ്? ഈവൻ ഫിലിം ഫീൽഡിലാണെങ്കിലും ഒരു ഫിലിം ഫെയിലാവുന്ന സമയത്തേക്ക് ഇമോഷണലി ഡൗൺ ആയി പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും അയാൾക്കൊരു നല്ല ആക്ടറായിട്ട് കയറാൻ വേണ്ടി പറ്റില്ല. സെയിം ഇത് എല്ലാവർക്കും ഉള്ള ഇമോഷൻ തന്നെയാണ്. ട്രേഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് അത് കൃത്യമായിട്ട് നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കാണുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ തോന്നുന്നു. കൺസിസ്റ്റൻസി, യെസ്, ഡിസിപ്ലിനും കൺസിസ്റ്റൻസി, അതെ, അത് നല്ലൊരു പോയിന്റാണ്. അതായത് ഏത് ഫിലിം ഇൻഡസ്ട്രിയിലായാലും ഇപ്പം ഇന്ന് മുന്നിൽ നിൽക്കുന്ന താരപ്രമുഖരായിട്ടുള്ള അതെ, മോഹൻലാലാവട്ടെ, മമ്മൂട്ടി ആവട്ടെ, അവരുടെ ഒരു കൺസിസ്റ്റൻസി, അവരുടെ ജേണി ഭയങ്കര യെസ്, യെസ്, ഇൻസ്പിറേഷനാണ്. അതേ ഒരു ആസ്പെക്റ്റ് തന്നെയാണ്. പക്ഷെ ആ സൈഡ് ഒരു ഗ്ലാമറസ് ആർക്കും ആവാം ട്രേഡർ. ഇന്നൊരു ഫിലിം ഇൻഡസ്ട്രിയിൽ നമുക്കൊരു ചാൻസ് കിട്ടുമെന്ന് ചോദിച്ചാൽ പാടാണ്. പക്ഷെ ഒരു ട്രേഡ് ചെയ്യാൻ ഒരു പറഞ്ഞ കണക്ക് നമുക്കൊരു ഒരു 1000 രൂപ ഉണ്ടെങ്കിലും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിലും നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. നമ്മൾ നോക്കിക്കാണുന്ന രീതിയാണ്. അതെ, ഒന്ന് നമ്മൾ നോക്കിക്കാണുന്ന രീതിയും, ഒന്ന് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന രീതിയും. ഫോർ എക്സാമ്പിൾ, നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്, ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷറി ലൈഫ്, പാർട്ടി, കാർസ്, അങ്ങനെയല്ലേ? പക്ഷേ ആക്ച്വലി അതല്ലല്ലോ. അതെ, അതായത് ഇപ്പോൾ സക്സസ്ഫുൾ ആയി നിൽക്കുന്ന ഏത് ആക്ടറെയും ആക്ട്രസിനെയും എടുക്കുകയാണെങ്കിൽ അവർ വളരെ കഷ്ടപ്പെട്ട് വളർന്നു വന്നൊരു സമയമുണ്ട്, അല്ലേ? അത് മോഹൻലാൽ ആയിക്കോട്ടെ, മമ്മൂട്ടി ആയിക്കോട്ടെ, ഈവൻ ആരായിക്കോട്ടെ, ട്രേഡേഴ്സിനും സെയിം രീതിയിലാണ്. അപ്പം നമ്മൾ പുറത്തേക്ക് കാണുന്ന ഒരു ലൈഫ് എന്ന് പറയുന്നത് അതായതുകൊണ്ടാണ് ഇതിലേക്ക് പോകാൻ നമുക്ക് താല്പര്യപ്പെടുന്നത്. സെയിം ആസ് ട്രേഡിങ്ങിലും അങ്ങനെ ഒരു കാര്യമുണ്ട്. ട്രേഡിങ്ങിലെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുന്നേ സംസാരിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം. അതായത് ട്രേഡിങ്ങിൽ ആളുകൾ വരണമെങ്കിൽ അത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് എന്താണ്? ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ആണ്. ഈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിങ്ങിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ആളുകൾ ചിന്തിക്കുന്നത് എന്താണ്? ഓക്കെ, ഇഫ് നമ്മൾ 1 or 2 months ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ വിത്തിൻ ഫ്യൂ വീക്സ് നമുക്ക് ഇതേപോലെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. സോ നമുക്കും നല്ല കാറും നല്ല വീടും നല്ലൊരു ലൈഫ് സ്റ്റൈലും ഉണ്ടാകുന്നുള്ള ചിന്ത നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും. അതെ. സോ അങ്ങനത്തെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഉള്ളത് കൊണ്ടാണ് ആളുകൾ കൂടുതൽ ഇതിലേക്ക് വന്നതും അത് നടക്കില്ല എന്ന് പിന്നീട് മനസ്സിലായതും. സോ ഇമ്മെച്യൂർ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഓഡിയൻസിൽ നിന്ന് ഭയങ്കരമായിട്ട് കൺവേർഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്, അതായത് മെച്യൂർ ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അതെ. ഈവൻ നമുക്കത് എല്ലാത്തിലും കാണാൻ വേണ്ടി പറ്റും. സോ സെയിം ആസ് ഈ ഒരു മാർക്കറ്റിലോ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എനിക്കൊന്ന് ആദ്യമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴേ എനിക്കൊന്ന് പറഞ്ഞൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മളും അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ഈ പറയുന്ന ഇമ്മെച്യൂർഡ് ആയിട്ടുള്ള ഓഡിയൻസിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിങ്ങിൽ ഭാഗമാവുന്നുണ്ടോ യെസ്, എന്നുള്ളൊരു ഡൗട്ടുണ്ട്. യെസ്, അതിന് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അതെ, എന്നുള്ളൊരു അതെ. പോയിന്റിലൂടെ പറയുന്നുണ്ടായിരുന്നു. നമ്മൾ ഒരിക്കലും പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല നോക്കുന്നത്. അതെ, നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് കൂടുതൽ ബിസിനസ് ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ ഓഡിയൻസിനെ എത്തിക്കുക, ബെറ്റർ ആക്കുക എന്നുള്ള രീതിയിലാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓവർ പ്രോമിസിങ് അവിടെ കൊടുക്കുന്നു. കാരണം നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് റൺ ചെയ്യുന്നതെന്ന് വിചാരിക്കുക, ഞാനൊരു ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ട് റൺ ചെയ്യുന്നുണ്ട്, അപ്പുറത്ത് 2 ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ നമുക്കുള്ള ഓഡിയൻസിനെ നമ്മൾ അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടി എന്ത് സംഭവിക്കും? ഓവർ പ്രോമിസിങ് കൊടുത്തിട്ടുള്ള ക്യാമ്പയിൻസും കാര്യങ്ങളും റൺ ചെയ്യും. അത് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റാതെയാവും. ആ ഡെലിവർ ചെയ്യാൻ വേണ്ടി പറ്റാതെ ആവുന്ന സമയത്താണ് ഇഷ്യൂസ് മൊത്തം സംഭവിക്കുന്നത്. സോ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന സംഗതിയല്ല, ബട്ട് അതിന് പിന്നീടാണ് നമ്മൾ അതെന്ത് മനസ്സിലാക്കുന്നത്, ഓ ഇതിങ്ങനെയല്ലായിരുന്നു വേണ്ടിയിട്ടില്ലെന്ന് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഈവൻ നമ്മളും മെച്ചുവറായി വരാനുള്ള ടൈം ടൈം എടുത്തിട്ടുണ്ടാവും. ഒബ്വിയസ്ലി ഇവിടെ എന്ത് കാര്യത്തിലാണെങ്കിലും ഇൻഫ്ലുവൻസേഴ്സിന് എന്തുണ്ട്, ഇതിലൊരു വലിയ ഭാഗം തന്നെയാണ് അവർ.